കോട്ടയത്തും ആലപ്പുഴയിലും കൊല്ലത്തും കനത്ത നാശം വിതച്ച മഴ. മാവേലിക്കരയിൽ മരം കടപുഴകി വീണ് ഒരാൾ മരിച്ചു. മാവേലിക്കര ഓലകെട്ടി സ്വദേശി അരവിന്ദാണ് മരിച്ചത്. കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കര ഓലകെട്ടിയിൽ വീടിന് മുന്നിൽ മരമൊടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. വീടിന് മുന്നിൽ പല്ല് തേച്ച് കൊണ്ടിരുന്ന അരവിന്ദ് എന്ന് പറയുന്ന യുവാവാണ് മരിച്ചത്. ഇദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായ വിയോഗമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സാധാരണ രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ വെള്ളക്കെട്ട് ബാധിക്കാറുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കുട്ടനാടൻ മേഖലകളാണ്. എന്നാൽ ഇത്തവണ ഈ കിഴക്കൻ വെള്ളം കാര്യമായി എത്താത്തതിനാൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ കാര്യമായ രീതിയിൽ കുട്ടനാടൻ മേഖലകളിൽ വെള്ളക്കെട്ട് ഇതുവരെ ബാധിച്ചിട്ടില്ല. അതേസമയം തന്നെ സാധാരണഗതിയിൽ വെള്ളക്കെട്ട് ബാധിക്കാത്ത ഹൈവേകളിൽ, പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിൽ തന്നെ ഹൈവേകളിലെ പല ഭാഗങ്ങളിലും ഇത്തവണ വെള്ളക്കെട്ട് കാര്യമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. കനത്ത മഴയാണ് കോട്ടയം ജില്ലയിലും ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിലും മഴ കാര്യമായി തന്നെ പെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ കിഴക്കൻ മേഖലകളിലാണ് കോട്ടയത്തെ മഴ കാര്യമായി പെയ്തിരുന്നെങ്കിൽ കൂടി ഇത്തവണ ഇപ്പോൾ റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ പടിഞ്ഞാറൻ മേഖലകളിലുമൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ കൂടി ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായ മീനച്ചിലാറിലും മണിമലയാറിലുമൊക്കെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദികളുടെയും ആറുകളുടെയും ഒക്കെ തീരത്ത് താമസിക്കുന്നവർ കാര്യമായ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിക്കുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള കാറ്റും കോട്ടയത്ത് വീശുന്നുണ്ട്. മണിക്കൂർ 40 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വൈക്കം, കടുത്തുരുത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വൈക്കത്തെ പല കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല ജങ്കാർ സർവീസും ഇതിനോടകം തന്നെ നിർത്തിവച്ചിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് കൊല്ലത്തും കാര്യമായ രീതിയിലുള്ള മഴ ആരംഭിച്ചത്. പ്രത്യേകിച്ച് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ശക്തികുളങ്ങര, നീണ്ടകര ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു 10:30 തന്നെ ഈ മഴ ശമിച്ചു. ഇതോടുകൂടെ ഈ കയറിയ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു മഴക്കെടുതി എന്ന് പറയുന്നത് ഹൈവേകളിൽ കയറിയ വെള്ളമാണ്. പ്രത്യേകിച്ച് ഈ ഓടകൾ വൃത്തിയാക്കാത്തതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നമായി നാട്ടുകാരെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ പല ഭാഗങ്ങളിലും ഹൈവേ പണി നടക്കുന്ന പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും വലിയ രീതിയിൽ കൊല്ലത്ത് രൂക്ഷമായിട്ടുണ്ട്.